ലോകത്തിലെ ഏറ്റവും വില കൂടിയ പെയിൻറ്റിംഗ് $450 മില്യൺ, അതായത് ഏകദേശം 3000 കോടി രൂപയ്ക്കാണ് ഈ പെയിൻറ്റിംഗ് 2017 ഒരു ലേലത്തിൽ വിറ്റുപോയത്. ക്രിസ്റ്റീസ് എന്ന ഓപ്ഷൻ കമ്പനി നടത്തിയ ആ ലേലത്തിൽ ഈ ചിത്രം വാങ്ങിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അനുമാനിക്കപ്പെടുന്നത്. പെയിൻറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്നത് രാജാ രവിവർമ്മയുടെ പ്രശസ്തമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളായിരിക്കാം, അതുമല്ലെങ്കിൽ മൊണാലിസ എന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള പെയിൻറ്റിംഗ്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല, എനിക്കൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. എന്തായാലും ഇതിഹാസ കലാകാരൻ ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച അമൂല്യമായ പെയിൻറ്റിംഗ് ആണ് മൊണാലിസ. ഇനി നമ്മുടെ വിഷയമായ 450 മില്യൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് വന്നാൽ, എവിടെയൊക്കെയോ മൊണാലിസ എന്ന പെയിൻറ്റിങ്ങിൻ്റെ അതേ ശൈലിയിൽ വരച്ച പെയിൻറ്റിംഗ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുന്ന ഒരു ചിത്രമാണിത്. ഇത് വരച്ചതും ലിയോനാർഡോ ഡാവിഞ്ചി ആണെന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ആ കാര്യത്തിൽ തീർച്ചയായിട്ടില്ല. സാൽവഡോർ മുണ്ടി എന്നാണ് ഈ ചിത്രം അറിയപ്പെടുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണിത്. സാൽവഡോർ മുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിയർ ഓഫ് ദി വേൾഡ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകൻ എന്നാണ് അർത്ഥം വരുന്നത്. ഈ ചിത്രത്തിന് 500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് 1500കളിൽ വരയ്ക്കപ്പെട്ടതാവാം ഈ ചിത്രമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത്രയും പഴക്കമുള്ള ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഡാവിഞ്ചിയാണ് വരച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങൾ സൗദിയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാവാനും, എന്തിന് സൗദി കിരീടാവകാശിക്ക് അബദ്ധം സംഭവിച്ചതാണോ എന്ന ചർച്ചകൾക്ക് വഴിവെക്കാനും കാരണമായിട്ടുമുണ്ട്. ഇത്രയും വില കൊടുത്ത് സൽമാൻ രാജകുമാരൻ സ്വന്തമാക്കിയ ആ ചിത്രം പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നതും ചർച്ചകൾക്ക് വലിയൊരു വിഷയമായ കാര്യവുമാണ്. എവിടെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ചിത്രമുള്ളത്? എന്താണ് ഈ ചിത്രത്തിൻ്റെ ചരിത്രവും ദുരൂഹതകളും? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രസകരമായ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇന്ന് മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായ ഒരു കാര്യം പറയാം. നമ്മൾ തൊട്ടടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപകടത്തിൽ അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നോക്കിയതുപോലെ നമ്മുടെ കുടുംബത്തെ ആരും നോക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ചെറിയ പണത്തിന് വലിയ കവറേജ് കിട്ടുന്ന NRI ടേം ഇൻഷുറൻസ് ഓരോരുത്തരും സുരക്ഷയ്ക്കായിട്ട് എടുത്തു വെക്കണം. ഉദാഹരണത്തിന് 802 രൂപയിൽ തുടങ്ങുന്ന 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഒരു തിരിച്ചടി ഇനി വരാൻ പോകുന്നത് വരുന്ന മാസങ്ങളിൽ പ്രീമിയം കുത്തനെ കൂടുമെന്ന് വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് നോക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ കമൻറ്റിലെ ലിങ്ക് നോക്കിക്കോളൂ. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ പ്ലാൻ ഇപ്പം തന്നെ എടുത്തു വെക്കുക. പിന്നെ ഈ ടേം ഇൻഷുറൻസ് എല്ലാവർക്കും കമ്പനി കൊടുക്കുന്ന ഒരു സാധനമല്ല. വിദ്യാഭ്യാസം, വരുമാനം, പ്രായം ഒക്കെ നോക്കിയിട്ടാണ് ടേം ഇൻഷുറൻസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എന്തായാലും എടുത്തു വെക്കണം. പല പ്ലാനിനും 85 വയസ്സ് വരെയും 100 വയസ്സ് വരെയൊക്കെ കവറേജ് ഉണ്ടാവും. പിന്നെ മരണപ്പെട്ടാൽ മാത്രമല്ല, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും ആക്സിഡന്റ് സംഭവിച്ച അംഗവൈകല്യങ്ങൾ വന്നാലും ഒക്കെ വലിയ തുകകൾ കിട്ടുന്ന റൈഡേഴ്സ് നമുക്കിവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റും. അത്തരത്തിൽ 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് താരതമ്യം ചെയ്ത് GST വെയ്വർ അടക്കം നേടി 23% വരെ കുറഞ്ഞ പ്രീമിയത്തിന് ടേം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്കാണ് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇതുവഴി കാലാവധി കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം അതുപോലെ തിരിച്ച് കിട്ടുന്ന പദ്ധതികളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നാളേക്ക് വേണ്ടി വെക്കേണ്ട പ്രീമിയം എല്ലാ കമ്പനികളും കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെറിയൊരു പണം മാറ്റിവെക്കുന്നത് ഒരിക്കലും ഒരു അമിത ചെലവല്ല, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ ആർട്ട് മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്ററായ ഡോക്ടർ കാരമൻ ബാംബെച്ചിൻ്റെ അഭിപ്രായത്തിൽ ഈ ചിത്രം എന്ന് പറയുന്നത് ഡാവിഞ്ചിയുടെ സഹായികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഒക്കെ വരച്ചതാവാം. ഡാവിഞ്ചി ഇതിലെ അവസാന മിനുക്കുപണികൾ മാത്രമേ ചെയ്തിരിക്കാൻ സാധ്യതയുള്ളൂ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡാവിഞ്ചിയുടേത് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന പെയിന്റിങ്ങുകളിൽ ഏറ്റവും അവസാനത്തേത് ഹെർമിറ്റേജ് സെന്റ് പീറ്റേഴ്സ്ബർഗ് മ്യൂസിയത്തിലുള്ള ബെനോയിസ് മഡോണ എന്ന പെയിന്റിംഗ് ആണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഒരു പെയിന്റിംഗ് ഡാവിഞ്ചിയുടേതാണ് എന്ന അഭിപ്രായത്തിൽ ഒരു മ്യൂസിയത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയാണോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. കാരണം ഡാവിഞ്ചിയുടേത് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന പെയിന്റിങ്ങുകൾ വളരെ വളരെ റെയറാണ്. അദ്ദേഹത്തിൻ്റെ 20ഓളം പെയിന്റിങ്ങുകൾ മാത്രമേ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. കൗതുകമുണർത്തുന്ന മറ്റൊരു കാര്യം, ഈ ചിത്രം ഡാവിഞ്ചിയുടേതാണോ അല്ലയോ എന്നുള്ള തർക്കങ്ങൾ സൗദിയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങളിലേക്ക് പോലും വഴിവെച്ചു എന്ന് പറയാം. ദ സേവിയർ ഫോർ സെയിൽ എന്ന ഫ്രഞ്ച് ഡോക്യുമെൻ്ററിയിൽ ഫ്രാൻസും സൗദിയും തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ നയതന്ത്ര പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2018 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും തമ്മിൽ പാരീസിലെ പ്രശസ്തമായ നാഷണൽ മ്യൂസിയമായ ലൂവിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ വെച്ച് അൽ ഉല എഗ്രിമെന്റ് എന്നൊരു കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാറിൻ്റെ ഭാഗമായി അൽ ഉല എന്ന പുരാതന പ്രദേശത്തെ ഹെറിറ്റേജ് സ്മാരകമാക്കി വികസിപ്പിക്കുന്നതിന് വേണ്ടി സൗദി തയ്യാറെടുക്കുന്നുണ്ട് എന്നും ആ പ്രദേശം ടൂറിസം ഹബ്ബാക്കി മാറ്റാനുള്ള മറ്റ് സഹായങ്ങൾ
ഫ്രഞ്ച് സർക്കാർ ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ അൽ ഉലൈൽ ഇതിനുവേണ്ടി മ്യൂസിയങ്ങൾ പണിയാനും പുരാവസ്തു ഗവേഷണങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനുമൊക്കെ ഫ്രഞ്ച് സഹായ പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞ നമ്മുടെ ക്രിസ്തുവിൻ്റെ പെയിൻറ്റിങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. 2017 മുഹമ്മദ് ബിൻ സൽമാൻ സ്വന്തമാക്കിയ ഇതേ പെയിൻറ്റിങ് സൗദി, ഫ്രാൻസ് തമ്മിലുള്ള സാംസ്കാരിക സഹകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തണം എന്ന തീരുമാനത്തിലാണ് സൗദി എത്തിച്ചേരുന്നത്. സാൽവഡോർ മുണ്ടി എന്ന ആ പെയിൻറ്റിങ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയങ്ങളിൽ ഒന്നായ പാരീസിലെ ലൂവ് മ്യൂസിയത്തിൽ 2019 പ്രദർശിപ്പിക്കാനാണ് ധാരണയിലെത്തിയത്. ഡാവിഞ്ചി മരണപ്പെട്ടതിൻ്റെ 500ാമത്തെ വാർഷികം കൂടിയായിരുന്നു 2019 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഡാവിഞ്ചിയുടെ ചിത്രമാണ് എന്ന രീതിയിൽ പ്രദർശിപ്പിക്കാൻ സൗദി അനുമതി ചോദിച്ചിരുന്നു. ദ സേവിയർ ഫോർ സെയിൽ എന്ന ഫ്രഞ്ച് ഡോക്യുമെൻ്ററിയിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ചിത്രം അങ്ങനെ വെറുതെ ഫ്രാൻസിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചാൽ പോരാ. നിലവിൽ സൗദിയുടെ കൈവശമുള്ള ഈ ചിത്രം ഫ്രാൻസിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ചിത്രത്തിൻ്റെ പേരും പെരുമയും കൂട്ടാൻ വേണ്ടിയിട്ട് ഡാവിഞ്ചിയുടെ തന്നെ ഏറ്റവും അമൂല്യമായ ചിത്രമായ മൊണാലിസയുടെ അടുത്ത് തന്നെ പ്രദർശിപ്പിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടിരുന്നു. സൗദിയുടെ ആവശ്യങ്ങൾ പിന്നെയും തുടരുന്നുണ്ട്. മൊണാലിസയുടേതുപോലെ തന്നെ 100% ഡാവിഞ്ചിയുടെ സ്വന്തം കലാസൃഷ്ടിയാണ് എന്ന രീതിയിൽ തന്നെ ഇത് പ്രദർശിപ്പിക്കണമെന്നും സൗദിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഫോബ്സിൻ്റെ ഈ ലേഖനം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഡാവിഞ്ചിയുടേതല്ലാത്ത വ്യാജ ചിത്രത്തെ ഡാവിഞ്ചിയുടേതായി ചിത്രീകരിക്കാൻ സൗദി കിരീടാവകാശി സമ്മർദ്ദം ചെലുത്തി എന്ന രീതിയിൽ എഴുതിയതും നമുക്കിവിടെ കാണാൻ പറ്റും. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നായ ലൂവിൽ ഡാവിഞ്ചിയുടേതാണ് എന്ന് ഉറപ്പില്ലാത്തൊരു ചിത്രം അദ്ദേഹത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുന്ന സമയത്ത്, അതും മൊണാലിസയുടെ അരികിലായി തന്നെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അതിന് വലിയൊരു ആധികാരികത കൈവരുന്നതാണ്. ഇത് തന്നെയായിരിക്കണം സൗദി ലക്ഷ്യം വെച്ചത്. എന്നാൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല, ഇത് ഡാവിഞ്ചി തന്നെ വരച്ചതാണോ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പില്ല എന്നും ലൂവ് മ്യൂസിയം അധികൃതർ അന്ന് തന്നെ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ 2019 പാരീസിലെ ലൂവ് മ്യൂസിയത്തിൽ നടത്താനിരുന്ന ചിത്ര പ്രദർശനത്തിൽ നിന്ന് ഈ ചിത്രം ഒഴിവാക്കപ്പെടുകയാണ്. പിന്നീട് അബുദാബിയിൽ നടത്താനിരുന്ന ഒരു ചിത്ര പ്രദർശനത്തിൽ ഈ ചിത്രം ഡാവിഞ്ചിയുടേതാണ് എന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എങ്കിലും അതും മാറ്റിവെച്ചതായി ദുബായ് കൾച്ചറൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് അറിയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ ചിത്രത്തിന് 3000 കോടി രൂപയാണ് സൗദി മുടക്കിയിട്ടുള്ളത്. ഒരു വ്യാജ പതിപ്പിന് ഇത്രയും തുക മുടക്കാൻ അവർ തയ്യാറാവുമോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ ചിത്രം ഡാവിഞ്ചി തന്നെ വരച്ചതായിരിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സൗദി രാജകുമാരനും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഈ ചിത്രം ലേലത്തിൽ വാങ്ങിയത് ക്രിസ്റ്റീസ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിട്ടീഷ് ഓപ്ഷൻ കമ്പനിയിൽ നിന്നുമാണ്. പുരാവസ്തുക്കളും ആർട്ടുകളും പോലുള്ള വസ്തുക്കളെല്ലാം ലേലം ചെയ്ത് വിൽക്കുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 1500കളിൽ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 12ാമൻ്റെയും ഭാര്യ അന്നെ ഓഫ് ബ്രിട്ടനുടെയും നിർദ്ദേശപ്രകാരം ഡാവിഞ്ചി വരച്ചതാണ് ഈ ചിത്രം. 1506, 1513 വർഷങ്ങൾക്കിടയിൽ ഈ ചിത്രം ഡാവിഞ്ചി തന്നെ വരച്ചതാണ് എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. പിന്നീട് 1600കളിൽ ഫ്രാൻസിലെ രാജകുമാരിയായിരുന്ന ഹെൻറിയേറ്റ മറിയ ഇംഗ്ലണ്ട് രാജാവ് ചാൾസ് ഒന്നാമനെ വിവാഹം ചെയ്തതിനു ശേഷം ഈ ചിത്രം ഇംഗ്ലണ്ടിലും എത്തിയിരിക്കാമെന്നും കരുതുന്നുണ്ട്. ചരിത്രം നോക്കിയാൽ ചാൾസ് രാജാവ് ഇത്തരം കലാസൃഷ്ടികൾ ശേഖരിക്കുന്നതിൽ വളരെയധികം തന്നെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതായത് 1513 എന്ന് നമുക്ക് കരുതാം. ആ വർഷം ഡാവിഞ്ചി സാൽവഡോർ മുണ്ടി എന്നറിയപ്പെടുന്ന ചിത്രം പൂർണ്ണമായും വരച്ച് ഫ്രാൻസിലെ ലൂയി 12ാമന് നൽകുകയാണ് ചെയ്തത്. പിന്നീട് 100 വർഷത്തോളം കഴിഞ്ഞ ശേഷം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1625 ഫ്രാൻസിലെ രാജകുമാരി ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമനുമായി വിവാഹം കഴിച്ചതിന് ശേഷമാണ് ചിത്രം ഇംഗ്ലണ്ടിലെത്തുന്നത്. എന്തായാലും പിന്നീട് 1642 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നുണ്ട്. ആ യുദ്ധത്തെ തുടർന്ന് 1644 ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയും വന്നു ചേരുന്നു. ഇതേ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് 1649 ചാൾസ് ഒന്നാമൻ രാജാവ് വധിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന കലാസൃഷ്ടികളുടെ കണക്കെടുപ്പെല്ലാം നടക്കുന്നുണ്ട്. ആ കണക്കെടുപ്പുകളുടെ ചരിത്രരേഖകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എ പീസ് ഓഫ് ക്രൈസ്റ്റ് ഡൺ ബൈ ലിയാനാർഡോ എന്ന വിശേഷണത്തോടെയുള്ള ഒരു പെയിൻറ്റിംഗ് അടയാളപ്പെടുത്തിയത് വ്യക്തമായി നമുക്ക് കാണാം. ഈ പെയിൻറ്റിംഗ് പിന്നീട് 1651 ജോൺ സ്റ്റോൺ എന്ന ഒരു കെട്ടിട നിർമ്മാതാവിന് വിറ്റതായിട്ടും ഇൻവെൻ്ററി റെക്കോർഡുകളിൽ കാണിക്കുന്നുണ്ട്. ചാൾസ് ഒന്നാമൻ്റെ ഭാര്യയുടെ സ്വകാര്യ ചേംബറിൽ, അതായത് രാജ്ഞിയുടെ സ്വകാര്യ ചേംബറിൽ ഈ ചിത്രത്തിൻ്റെ പകർപ്പ് ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. 1650 ചാൾസ് രാജാവിൻ്റെ മരണശേഷം വെൻസിലാസ് ഹോളർ എന്ന പകർപ്പെഴുത്തുകാരൻ വരച്ച കോപ്പിയായിരുന്നു
രാജ്ഞിയുടെ പക്കലുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു ചിത്രത്തെ കോപ്പി എടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പ്രിൻറ്റിംഗ് പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ചിത്രരചനകളൊക്കെ പ്രിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. സംവിധാനങ്ങളൊന്നും തന്നെ ആ സമയത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രശസ്തമായ പെയിൻറ്റിങ്ങുകൾ കൊട്ടാരത്തിലെ വിശേഷപ്പെട്ട വ്യക്തികൾക്കും സമ്പന്നർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും ഒക്കെ കോപ്പി ചെയ്ത് നൽകാൻ എച്ചിങ് എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. ലോഹവും മെഴുകും തകിടും സൂചിയും മഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു. ഇത്തരത്തിലായിരുന്നു പ്രശസ്തമായ പെയിൻറ്റിങ്ങുകളുടെ കോപ്പികൾ അല്ലെങ്കിൽ പതിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതൊരു പുരാതന രീതിയാണ് എന്ന് മനസ്സിലാക്കുക. അതിന് പ്രത്യേകമായ പരിശീലനം നേടിയ പകർപ്പെഴുത്തുകാരും ഉണ്ടായിരുന്നു. എച്ചിങ് എന്ന പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയ കോപ്പിയാണ് ചാൾസ് ഒന്നാമൻ്റെ റോയൽ കളക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1651 ഈ ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കോപ്പി എടുത്ത ഹോളർ എന്ന വ്യക്തി ലാറ്റിൻ ഭാഷയിൽ ആ ചിത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് ആ ചിത്രത്തിന് താഴെ തന്നെ എഴുതി വെക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാവിഞ്ചി വരച്ച ചിത്രമെന്ന രീതിയിലാണ് ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1649 ചാൾസ് ഒന്നാമൻ്റെ വധശിക്ഷയ്ക്ക് ശേഷം ഇംഗ്ലണ്ട് ഒരു റിപ്പബ്ലിക് ഭരണത്തിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഈ റിപ്പബ്ലിക് ഭരണം അധികകാലം നീണ്ടു നിന്നില്ല. 1660 ചാൾസ് ഒന്നാമൻ്റെ അനന്തരാവകാശിയായ മകൻ ചാൾസ് രണ്ടാമൻ അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. വീണ്ടും ഇംഗ്ലണ്ടിൽ രാജഭരണം തന്നെ ആരംഭിച്ചു. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ കൈവശമുണ്ടായിരുന്ന പുരാവസ്തുക്കളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള നിയമം അദ്ദേഹം പാർലമെൻറ്റിൽ പാസ്സാക്കുകയാണ്. മുൻപ് ഡാവിഞ്ചി വരച്ച ഒറിജിനൽ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചിത്രം, ക്രിസ്തുവിൻ്റെ ചിത്രം, ചാൾസ് ഒന്നാമൻ രാജാവിൻ്റെ വധത്തിന് ശേഷം ജോൺ സ്റ്റോൺ എന്ന ഒരു കെട്ടിട നിർമ്മാതാവിന് വിറ്റതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ചാൾസ് രണ്ടാമൻ രാജാവായതിനു ശേഷം, രാജാവിനെ പേടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ രാജഭക്തി കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം രാജാവിന് തന്നെ തിരിച്ചു നൽകുന്നുണ്ട്. 1666 ഇംഗ്ലണ്ടിലെ വൈറ്റ് ഹാൾ എന്ന സ്ഥലത്തുണ്ടായിരുന്ന ചാൾസ് രണ്ടാമൻ രാജാവിൻ്റെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് രേഖയിൽ ഐറ്റം നമ്പർ 311 എന്ന നമ്പറിൽ ഒരു കയ്യിൽ ഗ്ലോബുമായി നിൽക്കുന്ന രക്ഷകൻ എന്ന വിശേഷണമുള്ള ഡാവിഞ്ചി വരച്ച ഒരു പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നീട് ചാൾസ് രണ്ടാമൻ്റെ പിന്തുടർച്ചാവകാശിയായി അധികാരമേറ്റ ജെയിംസ് രണ്ടാമൻ്റെ കാലത്തും വൈറ്റ് ഹോൾ എന്ന സ്ഥലത്ത് തന്നെ ഈ ചിത്രം ഉണ്ടായിരുന്നതായിട്ട് ക്രിസ്റ്റീസ് എന്ന ഓപ്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റിൽ, ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവരാണ് ഈ സാധനം വിൽക്കുന്നത്, ഇവർ തന്നെയാണ് ഈ ചരിത്രം ഇത്ര വിശദമായിട്ട് എഴുതിയിട്ടുള്ളത് എന്ന കാര്യവും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരുപക്ഷെ പിന്നീടും രാജാവിൻ്റെ പിൻതലമുറക്കാർ ഈ ചിത്രം സൂക്ഷിച്ച് വെച്ചിരിക്കാം. എന്തായാലും പിന്നീടുള്ള 200 വർഷത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചിത്രത്തെക്കുറിച്ച് ചരിത്രപരമായ രേഖകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. അതെവിടെയായിരുന്നു എന്നുള്ള ഒരു അറിവും ലോകത്താർക്കും തന്നെയില്ല. കാലം പിന്നെയും കടന്നു പോവാണ്. പിന്നീട് ഈ ചിത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നത് 1900-കളിലാണ്. ഇംഗ്ലണ്ടിലുള്ള ഡോട്ടി ഹൗസ് എന്ന ചരിത്ര പൈതൃക കെട്ടിടത്തിലെ കുക്ക് കളക്ഷൻ എന്നറിയപ്പെടുന്ന ആർട്ട് കളക്ഷനിലാണ് ഈ ചിത്രം പിന്നീട് കണ്ടെത്തിയത്. എന്നാൽ അന്ന് ഡാവിഞ്ചിയുടെ ഒരു അനുയായി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വരച്ച ചിത്രം എന്ന പേരിലാണ് അതവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ 1900 ആയപ്പോഴേക്കും വാൾനട്ട് പാനലിൽ വരച്ച ആ ചിത്രത്തിന് പഴക്കം കൊണ്ട് ഒരുപാട് കേടുപാടുകൾ വന്നിരുന്നു. നമ്മളിന്ന് വരയ്ക്കുന്നത് പോലെ കേടാവാതിരിക്കാനുള്ള ക്യാൻവാസിലല്ലായിരുന്നു ആ ചിത്രം വരച്ചത്, വാൾനട്ടിൻ്റെ പാനലിലായിരുന്നു. സ്വാഭാവികമായിട്ടും വർഷങ്ങൾ കഴിയുന്ന സമയത്ത് 200 വർഷത്തോളം യാതൊരു അറിവും ഇല്ലാതിരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എന്താണെങ്കിലും കേടുപാടുകൾ സംഭവിക്കും. നേരത്തെ ഹോളർ എന്ന പകർപ്പെഴുത്തുകാരൻ വരച്ച കോപ്പിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു യേശുവിൻ്റെ മുഖം ആ ഒരു ചിത്രത്തിൽ കാണപ്പെട്ടത്. ഇതെല്ലാം ചില സമയത്ത് ചിത്രം മാഞ്ഞു പോവാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴായിട്ട് മാറ്റി വരച്ചതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാവാമെന്നും അനുമാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വളരെ മോശം സ്ഥിതിയിലാണ് കുക്ക് കളക്ഷനിൽ ഈ ചിത്രം കണ്ടെത്തിയത്. പിന്നീട് കുക്ക് കളക്ഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1958 ഈ ചിത്രം ലേലത്തിന് വെക്കുകയും വെറും 45 യൂറോയ്ക്ക്, ശ്രദ്ധിക്കണം, വെറും 45 യൂറോയ്ക്ക് ഈ ചിത്രം വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അന്ന് ആ പെയിൻറ്റിങ് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു. കൂടാതെ ഡാവിഞ്ചി വരച്ച ചിത്രം എന്ന രീതിയിലല്ല, അദ്ദേഹത്തിൻ്റെ അനുയായി വരച്ച ചിത്രം എന്ന രീതിയിലാണ് കുക്ക് കളക്ഷൻ ഇത് പ്രൊമോട്ട് ചെയ്യുകയും വിൽക്കുകയും ചെയ്തത്. പിന്നീട് എന്തായാലും നീണ്ട 50 വർഷത്തോളം ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള രേഖകളോ വിവരങ്ങളോ ചരിത്രങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. 2005 പിന്നെ അമേരിക്കയിലെ ഒരു ലോക്കൽ ലേലത്തിൽ ഈ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. ന്യൂയോർക്കിലെ ആർട്ട് ഹിസ്റ്റോറിയനും ഡീലറുമായിരുന്ന റോബർട്ട് ബി സൈമൺ എന്ന വ്യക്തി $1175 അന്ന് ആ ചിത്രം വാങ്ങുന്നത്. ആ ചിത്രം പിന്നീട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ കൺസർവേഷൻ സെന്റർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സിലെ സീനിയർ റിസർച്ച് ഫെല്ലോ ആൻഡ് കൺസർവേറ്ററായ ഡോയർ മൊഡേസ്റ്റിനി എന്ന വ്യക്തിയുടെ കയ്യിൽ എത്തപ്പെടുകയും ആ ചിത്രത്തെ റീസ്റ്റോർ ചെയ്ത് പഴയ രീതിയിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ കുറേ അധികം ഭാഗങ്ങളെല്ലാം കേടുകൂടാതെ കിട്ടിയിരുന്നു. ഉദാഹരണത്തിന് കൈകൾ, യേശുവിൻ്റെ ചുരുണ്ട മുടി, കയ്യിലുള്ള ഗ്ലോബ്, വസ്ത്രങ്ങൾ, ഇതൊക്കെ അധികം കേടുപാടുകൾ ഇല്ലാതെ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ മുഖത്തിലായിരുന്നു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നത്. നമുക്കറിയാം, വാൾനട്ട് പാനലിലാണ് ചിത്രം വരച്ചത്. ദീർഘകാലമായിട്ട് ആ ചിത്രം
കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ മാറ്റി വരയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ എന്തായാലും യേശുവിൻ്റെ മുഖം ഒറിജിനൽ ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു പുതിയ ചിത്രത്തിൽ, അല്ലെങ്കിൽ പഴയ ചിത്രം പുതിയതായിട്ട് മാറിയ സമയത്ത് കാണപ്പെട്ടത്. എന്താണെങ്കിലും ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ആ ചിത്രം വർഷങ്ങൾക്ക് ശേഷം പഴയ രീതിയിലേക്ക് തന്നെ മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഈ ചിത്രം ന്യൂയോർക്കിലെ തന്നെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് അടക്കമുള്ള പല മ്യൂസിയങ്ങളിലെയും വിദഗ്ധരടക്കം പല പ്രസിദ്ധരും പരിശോധിക്കുന്നുണ്ട്, പ്രമുഖരും പരിശോധിക്കുന്നുണ്ട്. 6 വർഷത്തെ റീസ്റ്റോറേഷൻ റിസർച്ച് പരിശോധനകൾക്കെല്ലാം ശേഷം 2011 ഈ ചിത്രം ലണ്ടനിലെ നാഷണൽ ഗ്യാലറിയിൽ ഡാവിഞ്ചിയുടെ ഒറിജിനൽ കലാസൃഷ്ടി എന്ന വിവരണത്തോടെ തന്നെ പ്രദർശിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. മുൻപ് 2005 ഈ ചിത്രം $1175, ഇന്ന് നമ്മൾ നോക്കിയാൽ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപയ്ക്കായിരുന്നു റോബർട്ട് സൈമൺ എന്ന വ്യക്തി ഇത് മേടിച്ചത്. എന്നാൽ 2013 $83 മില്യൺ എന്ന ഭീമമായ തുകയ്ക്കാണ് ഈ ചിത്രം വിറ്റുപോയത്. പിന്നീട് ഈ ചിത്രം ഒരു റഷ്യൻ സമ്പന്നൻ $127.5 മില്യൺ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വർഷം ചെല്ലും തോറും ഈ നന്നാക്കിയ പെയിൻറ്റിങ്ങിൻ്റെ വില വർദ്ധിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒടുവിലാണ് ഈ ചിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്റ്റീസ് എന്ന ലേലമൊക്കെ നടത്തുന്ന സ്ഥാപനം വഴി ലേലത്തിന് വിൽക്കാൻ ആ റഷ്യൻ സമ്പന്നൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് മുഹമ്മദ് ബിൻ സൽമാന് വേണ്ടി മറ്റൊരാൾ ലേലം വിളിച്ച് ഈ ചിത്രം $450 മില്യൺ സ്വന്തമാക്കുന്നത്. മുഹമ്മദ് ബിൻ സൽമാന് വേണ്ടിയാണ് ലേലം വിളിച്ചത് എന്ന കാര്യമൊന്നും പബ്ലിക്കലി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും നിരവധി സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലെല്ലാം വ്യക്തമായി എഴുതിയത് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ ഈ ചിത്രം ഇപ്പോൾ എവിടെയാണ് എന്നത് വലിയൊരു ദുരൂഹത തന്നെയാണ്. BBC-യുടെ റിപ്പോർട്ടെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗദി കിരീടാവകാശിയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ബെർണാഡ് ഹെയ്ക്കൻ പറയുന്നത് ചിത്രം ഇപ്പോൾ ജനീവയിൽ ഉണ്ട് എന്നാണ്. സൗദിയുടെ തലസ്ഥാന നഗരിയിൽ ഭാവിയിൽ പണി കഴിപ്പിക്കാൻ പോകുന്ന മ്യൂസിയത്തെ അലങ്കരിക്കാനാണ് ഈ ചിത്രമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, കിരീടാവകാശിയുടെ 500 മില്യൺ വില വരുന്ന ആഡംബര കപ്പലിലാണ് ഈ ഒരു ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത് എന്നും അഭ്യൂഹങ്ങളുണ്ട്. സൗദി വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്കറിയാം. മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ സൗദിയിൽ പുരോഗമനപരമായ ധാരാളം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദം, അങ്ങനെ കുറച്ചുകൂടെ തുറന്നൊരു സമൂഹമാവാൻ വേണ്ടി സൗദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ സംസ്കാരത്തിൽ മാത്രം യാഥാസ്ഥിതികമായി ഉറച്ചു നിൽക്കാതെ മറ്റ് സംസ്കാരങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് സൗദി മാറുന്നതിൻ്റെ ഒരു സൂചനയാണ് ഒരു ക്രിസ്ത്യൻ ബിംബം തന്നെ വാങ്ങി അത് സൗദിയിൽ തുറക്കാനിരിക്കുന്ന മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും സാമ്പത്തികപരമായി ഏറെ മുന്നേറിയ സൗദി അറേബ്യ അടുത്തിടെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരോഗമനപരമായതും സാംസ്കാരികപരമായ മുന്നേറ്റം ഉണ്ടാക്കുന്നതായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ വളരാനുള്ള ശ്രമവും സൗദിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് ആണ് അടുത്ത യൂറോപ്പ് എന്ന ആഹ്വാനം സൗദി മുന്നേ തന്നെ നടത്തിയതും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മാറ്റത്തെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ തന്നെയായിരിക്കാം സൗദി ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണം സാൽവഡോർ മുണ്ടി എന്ന ഈ പെയിൻറ്റിങ് മൊണാലിസ എന്ന വിശ്വപ്രസിദ്ധമായ പെയിൻറ്റിങ്ങിനൊപ്പം പ്രദർശിപ്പിക്കുന്നത് വഴി അവർ ലക്ഷ്യമിട്ടതും. അല്ലെങ്കിൽ ആ ഒരു നീക്കം അങ്ങനെ ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യമാകുമ്പോൾ അവരുടെ നീക്കങ്ങൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊന്നും വിശദമായിട്ട് പറയാനോ അനുമാനിക്കാനോ നമുക്ക് സാധിക്കുന്നതല്ല. നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ സാധിക്കുള്ളൂ. പക്ഷേ അപ്പോഴും തുടക്കത്തിൽ പറഞ്ഞ ചോദ്യങ്ങൾ ബാക്കിയാണ്. യഥാർത്ഥത്തിൽ ഡാവിഞ്ചി തന്നെ വരച്ചതായിരിക്കുമോ ലോകരക്ഷകൻ്റെ ഈ ഒരു ചിത്രം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇനി ഡാവിഞ്ചി വരച്ചതാണെങ്കിലും അല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വിലമതിപ്പുള്ളതും പ്രസിദ്ധവുമായ ഒരു ചിത്രം തന്നെയാണ് സൗദി അറേബ്യയുടെ കൈവശമുള്ളത്. ഇത് കാണാൻ ആളുകൾ ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആർട്ട് അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാര്യം എന്താണെങ്കിലും ചരിത്രവും രസകരമായ വസ്തുതകളും ഇന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കുകയാണ്, മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്ക് വേണ്ടി നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എലിജിബിലിറ്റി അഥവാ യോഗ്യത ഉണ്ടെങ്കിൽ പ്രവാസികൾ നിർബന്ധമായിട്ടും ഒരു NRI ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. നമ്മൾ ചായ കുടിക്കുന്നത് പോലുള്ള, അടിച്ചു പൊളിക്കുന്നത് പോലുള്ള ചെറിയൊരു പണം നമ്മുടെ മനസ്സമാധാനത്തിനും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി മാറ്റിവെക്കുന്നത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിർബന്ധമായിട്ടും എല്ലാവരും വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക. അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.